എന്തരാണല്ലേ സോഷ്യൽ മീഡിയ വഴി ഒടുക്കത്തെ മോട്ടിവേഷൻ. ഞാൻ മോട്ടിവേഷൻ എന്നേ ഞാൻ പറയാറുള്ളൂ ഈ ഒരു ഐറ്റത്തിന്. കാരണം എന്താ പറയുക, റിയൽ ലൈഫിൽ ഒടുക്കത്തെ മോട്ടിവേഷൻ ആയിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാവണം, ഭാര്യ ഭർത്ത ജീവിതം ഇങ്ങനെയാവണം, ഭർത്താവ് ഭാര്യയോട് അങ്ങനെയാവണം, ഭാര്യ ഭർത്താവിനോട് അങ്ങനെയാവണം, അച്ഛനും അമ്മയും മക്കളോട് അങ്ങനെയാവണം, മക്കൾ അച്ഛനും അമ്മയോട് ഇങ്ങനെയാവണം. എൻ്റെ മക്കളെ, ഇതിലും വലിയ പെർഫെക്റ്റ് ഫാമിലിയും പെർഫെക്റ്റ് ഹസ്ബൻഡും പെർഫെക്റ്റ് ഭാര്യയും മക്കളൊന്നും നമ്മൾ ഇതുവരെയായിട്ട് എവിടെയും കണ്ടു കാണില്ല. ആ രീതിയിൽ മോട്ടിവേഷൻ പരത്തുന്ന രണ്ട് വ്യക്തികളുടെ ഒരു ന്യൂസ് ഈ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മോട്ടിവേഷൻ സ്പീക്കർ മാരിയോ ജോസഫിനെതിരെ കേസ്. ഭാര്യ ജിജി TV ബോക്സിനു തലക്കടിച്ചു, കടിച്ചു, മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു. ഇത് മാത്രമല്ല, മൊബൈൽ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. 70,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. 1,60,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. 60,000 രൂപ വരെ ആവും നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോട്ടിവേഷൻ കപ്പിൾസിൻ്റെ ഈ രീതിയിലുള്ള അടിവഴക്കിൻ്റെ ന്യൂസ് ഇപ്പോൾ ഭയങ്കര വൈറൽ ട്രെൻഡിങ് ആണ്. ഫിലോകാലിയ ഫൗണ്ടേഷൻ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഫിലോകാലിയ ഫൗണ്ടേഷനിൽ ഇവർ ചെയ്യുന്ന ഇവരുടെ മോട്ടിവേഷൻ സ്പീക്കും കാര്യങ്ങളൊക്കെ കേട്ട് കാണും ചിലരൊക്കെ ഇവരുടെ അടുത്ത് പെയ്ഡായിട്ട് പോയിട്ട് ഇവരുടെ മോട്ടിവേഷൻ മേടിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് അത് പുഴുങ്ങി കുടുംബജീവിതം നന്നാക്കിയവർ കാണുമായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിയൽ ലൈഫിൽ ഇതേപോലെ വന്നിരുന്ന് കുടുംബജീവിതത്തിനെ കുറിച്ചും നാട്ടുകാർക്ക് കുടുംബജീവിതം എങ്ങനെയാകണം എന്ന് പറഞ്ഞു കൊട്ടിക്കുന്ന കുഞ്ഞാട്ടുകളെയൊക്കെ നിങ്ങളൊന്ന് ശരിക്കും സൂക്ഷിക്കുന്നത് നല്ലതാണ്. കുഞ്ഞാട്ടുകളെ മാത്രമല്ല, എല്ലാ മതത്തിലും ഇതുപോലെ നന്മ വാരി വിതറി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് ഇങ്ങനെ ഫിലോകലിയുടെ ഒരു നന്മയിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. നമസ്കാരം ചേട്ടാ, ഇന്നത്തെ ലൈവില് ഞാൻ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടായോട്, എല്ലാ ലൈവിലുള്ളത് പോലെ. അതെ, അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുഷ്യത്തിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അതിനെന്താണ് പരിഹാരം? ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് വേറൊരു ഓപ്ഷനില്ല, പോംവഴിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം? തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്നാണ് ഞാൻ ആദ്യം പറയാം. അല്ല, നിയമം അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ വഴിയെ പോയാൽ ഡൈവോഴ്സ് നടക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് താല്പര്യമില്ല. പക്ഷെ സഹിക്കണം. സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ സഹിക്കാന്ന് പറയുമ്പോ അങ്ങനെയല്ല. ഓക്കെ, ചോദ്യം വളരെ വ്യക്തമാണ്. എനിക്കും വ്യക്തമായി, നിനക്കുമായി, നമ്മളെ കേൾക്കുന്നവർക്കും. ഈ കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനവും ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത്? ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ തല്ലിയെന്ന്? കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? എന്തിനാണ്? കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് തല്ലുവോ? എന്തിനാ തല്ലില്ല. ഒരാളെ തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ല നമ്മൾ കയറി തല്ലുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. അതായത് വെറുപ്പിക്കുന്നത് എന്തോ ചെയ്തിട്ടുണ്ട്. അത് ഭർത്താവ് ഭാര്യയോടാണോ അതോ ഭാര്യ ഭർത്താവിനോടാണോ ഇവിടെ എന്നുള്ളത് മാത്രം ജനങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇപ്പം പലരും ചോദിക്കും, നിനക്കെന്താണോ അവരുടെ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഒരു അടി ഉണ്ടാകുമ്പോൾ ഇത്ര വലിയ പ്രശ്നം എന്നുള്ളത്. ഒന്നാമത് ഇതൊരു ക്രിമിനൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസെടുത്ത് FIR ഇട്ടൊരു വിഷയം. ഇവർ പബ്ലിക്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന രണ്ടുപേരായതുകൊണ്ട് തന്നെ, പലരുടെയും ജീവിതത്തിൽ മോട്ടിവേഷൻ വാരി വിതറി നടക്കുന്ന രണ്ടുപേരായതുകൊണ്ട്, ഇത്ര നാട്ടുകാരെ മോട്ടിവേറ്റഡ് ആക്കുന്ന ഇവർ എത്രത്തോളം മോട്ടിവേഷൻ സ്വന്തമായിട്ട് സെൽഫായിട്ട് സ്വന്തം ലൈഫിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? കാരണം ഇവരുടെയൊക്കെ ഈ ഫേക്ക് മോട്ടിവേഷനിൽ പോയി വീണ് ലൈഫ് തൊലഞ്ഞവരുടെ എണ്ണമാണ് കൂടുതലുള്ളത്. ഇവരുടെ ഈ ഫേക്കായിട്ടുള്ള റീൽ നന്മ മരം, റീൽ ചാരിറ്റി പരിപാടികളൊക്കെ കണ്ടിട്ട് ഭാര്യ ഭർത്താവിനോട് പോയിട്ട് ഭർത്താവ് ഭാര്യനോട് പോയിട്ട് അടിണ്ടാക്കുന്ന എത്രയോ സിറ്റുവേഷൻ എത്രയോ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇങ്ങനത്തെയൊക്കെ ഫേക്ക് കോളികളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണ്ടേ? എന്താണ് ഈ ന്യൂസിൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാനുള്ള പ്ലേ ചെയ്യാം. സുവിശേഷ പ്രഘോഷകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോയുടെ തലയിൽ TV സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് അടിച്ചെന്നാണ് പരാതി. കൈകൾ കടിച്ചു പറിച്ചെന്നും മുടിക്കുത്തിന് പിടിച്ച് വലിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ചാലക്കുടി പോലീസിൽ ജിജി നൽകിയ പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാരിയോക്കെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. 9 മാസമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. അതിനിടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാനായി ഭാര്യ ജിജി മാരിയോയെ കാണാൻ എത്തിയപ്പോൾ അയാൾ അക്രമാസക്തനാവുകയും ഭാര്യയെ ആക്രമിക്കുകയുമായിരുന്നു. 70,000 രൂപയുടെ മൊബൈൽ പൊട്ടിച്ചു. ഇതിന് പിന്നാലെയാണ് ഭർത്താവ് സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെതിരെ
ഭാര്യ ജിജി മാരിയോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. BNS 126(2) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 1 മാസം തടവും 5000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത്. ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിച്ചു വരികയാണെന്ന് ചാലക്കുടി പോലീസ് അറിയിച്ചു. ദമ്പതികൾക്കും യുവാക്കൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയവരാണ് മാരിയോ ജിജി ദമ്പതികൾ. കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാരായിരുന്നു. ഇങ്ങനെ കൗൺസിലിംഗ് നടത്തി നിരവധി പേരെ ഒന്നിപ്പിച്ചതായും ഇവർ അവകാശപ്പെടുന്നു. ഇരുവരും കുറെ വർഷങ്ങളായി ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ ധ്യാനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഒട്ടേറെ നിർധനരായവർക്ക് വീടുകൾ വെച്ചുകൊടുത്തും മറ്റ് സാമൂഹ്യ ഇടപെടലുകളും നടത്തുന്നവരാണിവർ. ഇസ്ലാം മത വിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായി മതം മാറിയത്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമായിരുന്ന സുലൈമാൻ തുർക്കി ഒരു പ്രത്യേക ജീവിത സാഹചര്യം നേരിടാൻ വളരെയധികം കഷ്ടത തോന്നിയപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് വരികയും അവിടെ വെച്ച് ജിജിയെ പരിചയപ്പെടുകയും അവിടെ നിന്ന് 2 പേർക്കും മനസ്സിലായി 2 പേരും തുല്യ ദുഃഖിതരാണ് എന്ന്. അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മുന്നോട്ട് പോവുകയും അതിനുശേഷം അവർ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഒരു മോട്ടിവേഷനും പരിപാടികളൊക്കെ ആയിട്ട് ആളുകൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പോകുന്ന പരിപാടിയൊക്കെ ബോച്ചയ്ക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ ബോച്ച അവരെ ഹയർ ചെയ്ത് ബോച്ചയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളിലൂടെ ഇവരൊന്നും കൂടി പൊങ്ങി വന്ന് പിന്നെ ബോച്ചേനോട് തെറ്റി എവിടേക്ക് എന്തോ പരിപാടി ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവർ എന്ത് ചെയ്തു, ഇവരുടേതായിട്ടുള്ളൊരു മോട്ടിവേഷൻ പരിപാടികൾ സ്വന്തം രീതിയിൽ തുടങ്ങി. അതിൻ്റെ ഒപ്പം ചാരിറ്റിയും കൂടിയ സമയമായി വന്നപ്പോഴത്തേക്ക് അതായത് അങ്ങനെയാണല്ലോ മോട്ടിവേഷൻ, നന്മമരം പ്ലസ് ചാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആവുന്നത്. അങ്ങനെ ആയി വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആവാൻ തുടങ്ങി, വസ്തുവകകൾ വാങ്ങാൻ തുടങ്ങി. ഫിലാകാലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് മാറിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇതൊരു ഫിലാകാലിയ എന്താ പറയുക ഒരു പ്രൈവറ്റ് ഫേം പോലെ ഒരു കമ്പനി പോലെ രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനി രജിസ്റ്റർ ചെയ്തതിൽ വൈഫായിട്ടുള്ള ജിജി മാരിയോയെ കൂട്ടാതെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇച്ചായൻ എന്ത് ചെയ്ത് ഇത് ഒറ്റയ്ക്ക് മാരിയോ ജോസഫ് ഒറ്റയ്ക്കല്ല, മാരിയോ ജോസഫിൻ്റെ 2-3 ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു പ്രൈവറ്റ് കമ്പനി ആക്കി മാറ്റിയതിന് ശേഷം ഫിലാകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള ഐറ്റത്തിനെ ഇവരെന്ത് ചെയ്തു, അതിൽ നിന്ന് വലിച്ച് ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്ന് വലിച്ച് കമ്പനിയിലേക്ക് മാറ്റി. അവിടെയാണ് അടിപൊട്ടുന്നത്. അതായത് ഭാര്യ അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യയും കൂടി ഒരു ഭാഗമായിരുന്ന ഫിലാകാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഇവർ ചാരിറ്റി അടക്കം മോട്ടിവേഷൻ അടക്കം ഇവരുടെ എല്ലാ പരിപാടികളും ചെയ്തിരുന്ന സ്ഥലം ആ ഒരു പെർട്ടിക്കുലർ ഫേമിനെ മൊത്തത്തിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് 2024 പറിച്ചു നട്ടപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയല്ലാതെ ഭർത്താവ് വേറെ 2-3 ഫ്രണ്ട്സിനെ ഒരു ദേവസ്യ ആൻ്റണി ആൻഡ് ഒരു അജ്മൽ എന്ന് പറഞ്ഞ 2 പേരെ പാർട്ട്ണറാക്കിയത് മുതലാണ് ഭാര്യയ്ക്ക് എന്ത് പൊട്ടിത്തുടങ്ങിയത്, വിഷയങ്ങൾ പൊട്ടിത്തുടങ്ങിയത്. ഓക്കെ, അതാണ് ഇവരുടെ അടി ഉണ്ടാവാനുള്ളൊരു ബേസ് കോർ റീസൺ എന്ന് പറയുന്നത് ദുഡാണ്. നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്ന പൈസ, നാട്ടുകാരിൽ നിന്ന് ചാരിറ്റിക്ക് വേണ്ടി വാങ്ങുന്ന പൈസ. ഇവർ അത്യാവശ്യം പലർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പല വീട് വെച്ച് കൊടുക്കൽ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ചെയ്യുന്നത്. അതൊക്കെ പദോഗതിയിലാവുന്നൊരു അവസ്ഥയാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ്ലി എല്ലാവരെയും പറ്റിച്ച് വഞ്ചിച്ച് പോകുന്നൊരു സ്കാം പരിപാടി എന്നുള്ള രീതിക്കല്ല. എന്നാലും ഇവരെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള, വീട് വെച്ച് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പോലും വീട് വെച്ച് കൊടുക്കാത്ത ഈ സമയത്തും ഇവരുടെ കയ്യിൽ നിന്ന് 10-23 പേർക്ക് വീട് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെത്ര തട്ടിക്കുന്നു വെട്ടിക്കുന്നു, അതുകൊണ്ട് അവരെന്ത് വസ്തു വാങ്ങുന്നു, അവരവരെ അസറ്റ് എങ്ങനെ കൂട്ടുന്നു എന്നുള്ളതൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ചാരിറ്റിയും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഇവർ ഈ മോട്ടിവേഷനും ചെയ്യുന്നുണ്ട്. ഈ മോട്ടിവേഷനിൽ നിന്നാണ് ചാരിറ്റി എന്നുള്ള സ്കീമിലേക്ക് ഇവർ എത്തിയത്. ഇവരുടെ മോട്ടിവേഷൻ കണ്ട് ആകൃഷ്ടരായ പലരുമാണ് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ തീർക്കാനും പ്രശ്നങ്ങളും പറഞ്ഞ് ഇവരെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, അവരെ അതിൽ നിന്ന് സ്കെച്ച് ഇട്ടിട്ട് പിന്നെ ചാരിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം മെജോറിറ്റി ഇവർക്ക് പോകുന്ന ക്ലയൻറ്റുകളും എൻ്റെ അറിവിലുള്ളത് എബ്രോഡ് ബേസ്ഡ് ഒരു 45-50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ദമ്പതികളാണ്. ഓക്കെ, പിന്നെ ഇവർ കുട്ടികൾക്കിടയിൽ അത്യാവശ്യം മോട്ടിവേഷനും ക്ലാസ്സും ഒക്കെ ആയിട്ട് പാരൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, വളർന്നു വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സ്കീമുകൾ വേറെയും പരിപാടികൾ ഇവർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ മോട്ടിവേഷനും അൾട്രാ എന്താ പറയുക മോട്ടിവേറ്റഡ് ആയിട്ട് പോയിരുന്ന ഫാമിലിയാണ് ഈ രീതിയിൽ തച്ചൊടഞ്ഞ് പഞ്ചറായി പുതക്കോന്ന് പറഞ്ഞ് താഴെ വീണ് കിടക്കുന്നത്.
ഇനിയൊരു മോട്ടിവേഷൻ ഇനിയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മോട്ടിവേഷൻ കൂടി ഈ ചേച്ചി പറയുന്നത് വെക്കാം. എനിക്ക് ആ സമയത്ത് മനസ്സിൽ ദേഷ്യവും സങ്കടവും വെറുപ്പും ഒക്കെ മനസ്സിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാനത് തള്ളിക്കളയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാകാറുണ്ട്. ഞാനതിന് സമ്മതിക്കാറില്ല. ചിലപ്പോൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവാറുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ്, എനിക്കത് പറ്റാഞ്ഞിട്ടാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് തന്നെയാണ് പ്രശ്നം. പല ഭാര്യമാരും തിരിച്ചറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവ് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിറുപിറുത്തുകൊണ്ട് നിങ്ങളെ എല്ലാ കാര്യത്തിലും ഒരു അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഭർത്താവിന് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, ഒരു സംതൃപ്തി കുറവ് ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉള്ളത് കൊണ്ടാണ് ചേച്ചി. അതായിരുന്നു ചേച്ചി ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഭർത്താവിന് ബെഡ്റൂമിൽ അത്ര ഒരു സന്തോഷകരമായ ജീവിതമല്ല കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്നും ഒരുവിധം ഒരു ആനന്ദകരമായ ഒരു സാമീപ്യം കിട്ടിയിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സെക്ഷൽ നീഡ്സിന് റിജക്ട് ചെയ്യുന്ന തരത്തിലുള്ള ചേച്ചിയുടെ പെരുമാറ്റമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പെറുവിറുപ്പുണ്ടാക്കാനും എപ്പോഴും ചേച്ചിനെ കുറ്റപ്പെടുത്താനും കാരണമാക്കിക്കൊണ്ട് ഇരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു പരിധിവരെ അത് ശരിയാണ് കേട്ടോ ജിജിയെ എന്ന് പറഞ്ഞു. ഒരു പരിധിവരെ അത് ശരിയാണ്, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയാണ്, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? എനിക്ക് സന്തോഷം തോന്നണ്ടേ? എൻ്റെ ഒരു മാനസിക അവസ്ഥ ചിന്തിച്ചു നോക്കി. എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ട് എപ്പോഴും പരാതി പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് ബെഡ്റൂമിൽ ഒന്നും അറിയാതെ പോലെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതും ശരിയാണ് കേട്ടോ. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്നേഹവും സന്തോഷവും നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ, ഒരു മാനസിക അവസ്ഥ സൃഷ്ടിച്ചാൽ മാത്രമാണ് അവർക്കും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ പൂർണ്ണ ഒരു സമ്മതത്തോടുകൂടി ഹാപ്പി ആയിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് പല പുരുഷന്മാരും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യവും കൂടിയാണ്. പക്ഷേ ഇതിൽ ഞാൻ എന്നിട്ട് ആ ചേച്ചിയോട് വീണ്ടും പറഞ്ഞു, ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രസകരമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുമെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബജീവിതത്തിലെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് പുരുഷന്മാർക്ക് അതൊരു വേദന സംഹാരിയാണ്, ഒരു ടെൻഷൻ റിലീഫാണത്. അവർ ഓഫീസിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും അസ്വസ്ഥതകൾ, അവരുടെ മാനസിക പിരിമുറുക്കത്തിനൊക്കെ ഈ ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമായ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ റിലീഫ്, ഒരു വേദന സംഹാരി നൽകുന്ന ഒരു അവസ്ഥയാണ് നൽകുന്നത്. ഒരു ചേച്ചി രാവിലെ വിളിച്ച ഈ ജിജി ചേച്ചിയോട് പറയുകയാണ്, ഭർത്താവ് ആ ചേച്ചിയുമായിട്ട് ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് പോകുന്നത്. ഭർത്താവ് പല സാഹചര്യങ്ങളിൽ ആ ഫോണിൽ വിളിച്ച ചേച്ചിയുമായിട്ട് പല രീതിയിലുള്ള ശാരീരിക ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് സമ്മതിച്ചില്ല. ആ ഭർത്താവിനെ അവർ അവോയ്ഡ് ചെയ്തു എന്നുള്ളൊരു കാരണമാണ് ഈ ചേച്ചി കണ്ടുപിടിച്ച് മറ്റേ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഇവർ ചെയ്യുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവർ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരു വ്യാജേന ഫേക്കായിട്ട് സ്വന്തം ലൈഫിലെ പ്രശ്നങ്ങളും അടികളും പിടികളും പ്രശ്നങ്ങളും ഒക്കെ സൈഡിലാക്കി വെച്ച് റിയൽ ലൈഫിൽ ഭയങ്കര ആക്ടിങ് ആയതുകൊണ്ട് ഇതേപോലെ ഓരോരുത്തർ വിളിച്ചിട്ട് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കും. ഭർത്താവിനായിട്ട് ഫിസിക്കൽ റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഭർത്താവിന് എന്നെ ഫിസിക്കലി താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരിതൊക്കെ ഫീഡ് ചെയ്ത് വെച്ച് നാളെ ഇതൊക്കെ പാടെ കൂടി എടുത്ത് യൂസ് ചെയ്ത് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ആണെങ്കിൽ അങ്ങനെ കുറേ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് തന്നെ പ്രമുഖരായിട്ടുള്ള പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയും ഈ ഒരു ഫേസ് പലരും എന്നോട് വന്ന് പറയുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എന്നോട് പറഞ്ഞ ആളുകൾ ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് പറഞ്ഞത് ഹിയർസേയോ, അല്ലെങ്കിൽ അവരത് കൃത്യമായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു തരണം. അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ പല നന്മ മരങ്ങൾ, മോട്ടിവേഷൻ നന്മ മരങ്ങളും ഒടിഞ്ഞ് തൂങ്ങി വീഴും. കാരണം മോട്ടിവേഷൻ എന്നുള്ള സ്കീമിൽ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഫോൺ വിളിച്ച് 4 ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് അത് ഉപദേശത്തിൽ നിന്നൊക്കെ മാറി വേറെ രീതിയിലേക്ക് കാര്യങ്ങളും അപ്രോച്ചൊക്കെ പോയ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പം അങ്ങനത്തെ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നെ അതൊരു ഈ പറഞ്ഞ ഭീഷണിയുടെ സ്വരത്തിലേക്ക് വേണമെങ്കിൽ മാറാം, ഭീഷണിപ്പെടുത്തലിലേക്ക് മാറാം. കാരണം ഒരാളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു 4 റീല് കണ്ട് മോട്ടിവേഷൻ സ്പീക്കറെ വിളിച്ച് പറയുമ്പോൾ ഇവർ ആലോചിക്കുന്നില്ലല്ലോ ഇത് ഫുള്ള് ഫീഡ് ചെയ്ത് വെച്ച് നാളെ തിരിച്ചടിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തൊന്നും നമുക്കറിയാൻ പാടില്ലവരൊന്നും.
കാരണം റിയൽ ലൈഫിൽ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വയ്യ. ഭർത്താവിനെ പോയി വീട്ടിൽ കാണാൻ ചെന്ന സമയത്ത് പ്രശ്നം പറയാൻ തീർക്കാൻ ചെന്നത് ഭർത്താവ് ടി-വിൻ്റെ സെറ്റപ്പ് ബോക്സ് എടുത്ത് തലടിച്ച് പൊട്ടിക്കുക. എന്നിട്ട് ഇതേ ഭർത്താവ് തന്നെ ഇപ്പുറത്തെ റീൽസിൽ വന്നിട്ട് ഭാര്യയെ നിങ്ങൾ എങ്ങനെ നോക്കണം, ഭാര്യയെ നോക്കേണ്ട ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് പെണ്ണാണ്. ഇതേ ഈ ഇരിക്കുന്നത് 19 വർഷമായി കൂടെ കിടന്നുറങ്ങുന്നു. തനി സ്വഭാവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. എല്ലാ കുടുംബങ്ങളിലും തർക്കങ്ങളും വഴക്കുമുണ്ടാകും, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ദേഷ്യത്തിൽ ചീത്ത വിളിക്കുകയോ തല്ലുകയോ ചെയ്യരുത്. ഇത് രണ്ടും അപമര്യാദയും പങ്കാളിയോട് കാണിക്കുന്ന നിന്ദ്യതയും. പോടാ എന്ത് പറയാനാണ്, ഇമാതിരി മോട്ടിവേഷൻ അടിച്ചിട്ടാണാടാ അപ്പുറത്തെ സൈഡിൽ സ്വന്തം ജീവിതത്തിൽ പ്രശ്നം വന്നത് മകള് സോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് നീ ഈ സാധനം എടുത്ത് തലയിലടിക്കൽ ഈ ഉപദ്രവം കാണിച്ചു കൂട്ടിയത്. ശരി, അതിലും വലിയ കോമഡി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഫിലാക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പിലൂടെ ചാരിറ്റി വർക്കും പരിപാടികളും മോട്ടിവേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരു കമ്പനി സെറ്റപ്പിലേക്ക് ഭർത്താവ് ഭാര്യയോട് പറയാതെ കാര്യങ്ങൾ മാറ്റിയപ്പോൾ തുടങ്ങിയ അടിയും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഈ 2 എക്സ്ട്രാ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് കയറിയിട്ടുള്ള ആളുകൾ, അത് ഭാര്യയെ മാറ്റി ഫിലാക്കാലിയ ഫൗണ്ടേഷൻ്റെ ഭാര്യ കൂടിയും അതിൻ്റെ ഒരു മെമ്പറാണ്. അപ്പോൾ ഇത് ഒരു കമ്പനിയാക്കി പ്രൈവറ്റ് ഫേമാക്കി മാറ്റുമ്പോൾ ഭാര്യയെ തട്ടിയത് കൊണ്ട് അതിൻ്റെ ദേഷ്യത്തിലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതും. ഈ തലയ്ക്കടി കിട്ടിയതും ഫോണ് വലിച്ചെറിഞ്ഞതും ദേഹോപദ്രവമൊക്കെ ഏൽക്കാൻ കാരണം ഭാര്യയും മകളും കൂടിയും അച്ഛൻ്റെ അടുത്ത്, അതായത് ഈ പറഞ്ഞ നമ്മുടെ ഇവൻ്റെ അടുത്ത് ഫിലാക്കാലി, ഇവൻ്റെ പേരും മറന്നല്ലേ ഈ ചെങ്ങനെ, മാരിയോൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ പോയ സമയത്താണ് വീട്ടിൽ നിന്ന് അടി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് അടി കിട്ടി ഇവർ രണ്ടാമത് ഈ പാർട്ട്നേഴ്സായിട്ട് വന്നിട്ടുള്ള ദേവസ്യ ആൻഡ് ഈ അജ്മൽ എന്ന് പറഞ്ഞ 2 വ്യക്തികളുണ്ടല്ലോ. അതിൽ ദേവസ്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത്, ഈ ദേവസ്യയുടെ വേറെ സ്കീം പറഞ്ഞാൽ മറുനാടിൻ്റെ വീഡിയോയിൽ കണ്ടത്, ദേവസ്യ കൂടി ഫണ്ട് ചെയ്തിട്ടാണ് ആദ്യം ഒരു ഫിലാക്കാലിയുടെ ഈ പരിപാടികൾക്കൊരു ഒരു ബേസ് ഇട്ടതെന്നാണ്. 15 ലക്ഷം രൂപ എങ്ങാണ്ട് ദേവസ്യ ഇവരെ സഹായിച്ചു എന്നും, അല്ലാതെ അവർ പലിശയ്ക്കോ അല്ലെങ്കിൽ കടമായിട്ടോ കൊടുത്ത പൈസയാണ് എന്നൊക്കെയുള്ളതിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ദേവസ്യ എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തിയുടെ വീട്ടിൽ കയറിയിട്ട് ഈ പറഞ്ഞ ജിജിയും മകളും കൂടിയും വർത്തമാനം പറയുന്നതിൻ്റെ ഒരു ക്ലിപ്പ് കൂടി, അതായത് അടി കിട്ടി പുറത്ത് വന്ന്, ഭർത്താവിൽ നിന്ന് അടി കിട്ടി പുറത്ത് വന്നിട്ട് നേരെ ഒരു ദേവസ്യയുടെ വീട്ടിൽ പോയിൻ്റെ ഒരു ക്ലിപ്പ് കൂടി ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാക്കരുത്. ചേച്ചി ഒന്ന് പറഞ്ഞു, നിങ്ങളല്ലേ ഈ നമ്മളുടെ ഫിലോക്കാലിയെ തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചു ഡയറക്ടറായി, എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ 3 പേര് ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട്, എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന നടത്തി കേസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു, സ്വന്തം ഫിലോക്കാലിയുടെ ക്രെഡിബിലിറ്റി തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു PKF എന്ന് പറഞ്ഞൊരു പേരിൽ. അതൊരു തീവ്രവാദ സംഘടന. ഞാൻ പല പ്രാവശ്യം വന്നു പറഞ്ഞാൽ അത് ചെയ്യരുതേ, അതിൽ കൂട്ടി നിൽക്കരുതേ. ഹീ ഈസ് അൺസ്റ്റേബിൾ നൗ. ഞാൻ ഇപ്പം പറഞ്ഞു, ഇതുവരെയ്ക്ക് ഞാൻ നിങ്ങളോട് ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഹീ ഈസ് അൺസ്റ്റേബിൾ നൗ. ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു. നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ്, ഇതെല്ലാം കുടുംബ ട്രസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ, കുടുംബ ട്രസ്റ്റ് ഇല്ലെന്ന്. എന്ത് മോശം പ്രവർത്തനമാ മാഷേ, എന്ത് മോശം പ്രവർത്തനമാ? അത് റെക്കോർഡറാണ്, ഞാൻ അയച്ചുതരാം. ആ ബിറ്റ് ഞാൻ അയച്ചുതരാം. എനിക്കിത് കാണിക്കാനേ ഞാൻ വന്നുള്ളൂ. നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ പോകണം. എനിക്ക് മതി. ആദ്യം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നത് നിങ്ങളുടെ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്നിട്ടാണ്. അത് വിട്, അതൊന്നും സംസാരിക്കാൻ ഇവര് ഞാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് വേണ്ട അമ്മ അങ്ങോട്ട് ആദ്യം ഹോസ്പിറ്റലിൽ പോകണം. മതി, ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ. വേണ്ട, മതി, നീ സംസാരിക്കണ്ട, മതി പോ. എനിക്കിത് മതി മക്കളെ. ഷിജി അമ്മയുണ്ട്, നീ പേടിക്കണ്ട. മതി, നിന്റെ അമ്മയ്ക്ക് ഒന്നും സമ്മതിക്കത്തില്ല.
മതി മതി മക്കളെ, മതി മക്കളെ, മതി വേണ്ട. നീ കാല് പിടിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈശോ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പണി തരും ഈശോ. മതി. കളിക്കുന്നത് ബാഗോട്ട് വാ, ബാക്കി മനസ്സിലാവും. ചേച്ചി നോക്ക് കാണിച്ചു അങ്ങനെ ഇട്ടേക്കുന്നു. കഷ്ടമുണ്ട്. നിങ്ങളുടെ ആകെ ഇച്ചിരി കുറച്ചുകൂടി വർഷമേ ഉള്ളൂ. മതി 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 വിട, മതി വിട വിട വിട. സ്വന്തമായി ജീവിക്കൂ. ഇതൊക്കെ നിങ്ങൾക്കുള്ളതല്ല. മതി മതി നിങ്ങൾ എന്തിനാ ഇപ്പൊ PKF നിൽക്കുന്ന? ഇറങ്ങി പൊക്കൂടെ? നാണമില്ല. മതി ആട്ടണം വിട. നീ പോ. നീ പറഞ്ഞോണ്ടാ ഞാൻ അവിടെ വന്നു ഇങ്ങനെ സംസാരിക്കാൻ. നീ പറഞ്ഞു ഇവിടെ വന്നു. മതി. ആ അത് തന്നെ, അത് ഓർത്തോ, നിങ്ങൾ അതോർത്താ. ഓക്കെ, അപ്പോൾ ഈ ദേവസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇവർ ഫിലാക്കാലിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാക്കിയപ്പോൾ അവരുടെ കമ്പനി പാർട്ട്ണറായിട്ടുള്ള ഈ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ആര് കയറിപ്പോയത്? ഈ പറഞ്ഞ ജിജി മാരിയോ കയറിപ്പോയതും കച്ചറ ഉണ്ടാക്കിയതും. അപ്പോൾ മാരിയോ ജോസഫ് അയാൾ മെൻ്റലി അൺസ്റ്റേബിൾ ആണ് എന്നും മാരിയോ ജോസഫ് മെൻ്റലി അൺസ്റ്റേബിൾ ആയപ്പോൾ ഇവരൊരു ഇതേപോലുള്ളൊരു പ്രൈവറ്റ് കമ്പനി ഫിലാക്കാലിയയുടെ പേരിൽ തുടങ്ങിയിട്ട് അതിൽ മോശമായിട്ടുള്ള പ്രവർത്തനം, മനസ്സിലായോ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇവർ പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ കുറേ പേജുകളിൽ ഇയാളുടെ പാസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ മാരിയോ ജോസഫിൻ്റെ ഇയാളൊരു മുസ്ലിം ആയിരുന്നു എന്നും സുലൈമാൻ തുർക്കി എന്നായിരുന്നു ഇയാളുടെ പേര് എന്നും ആ സുലൈമാൻ തുർക്കി എന്ന് പറഞ്ഞുള്ള വ്യക്തിയിൽ നിന്ന് ഇയാൾ ഇങ്ങോട്ട് മാറുമ്പോൾ അങ്ങനെ കുറേ വർഗീയത കലർന്ന കമൻറ്റുകളൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട്. അതിനെ ഫ്യൂവൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ക്ലിപ്പും സംസാരവും ആയിപ്പോയി ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഈ വന്നിട്ടുള്ളത് എന്നുള്ളത് അല്ലേ, മനസ്സിലാവുന്നത്. പക്ഷേ അത് ആ ആംഗിളിലേക്ക് ഇത് എങ്ങനെ ഇവർ കൊണ്ടുപോകുന്നതാണോ അതോ ഇവരെല്ലാവരും കൂടി കാരണം ഇതിലൊരു പാർട്ട്ണറുടെ പേര് അജ്മൽ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ എന്താണ്? എന്തിനാണ് ഈ ഭാര്യ ഇവിടെ ഇങ്ങനത്തെ ഒരു അടി പൊട്ടിച്ചത്? അതോ ബേസിക്കലി ഒരു ഈഗോ ക്ലാഷ് ആണോ? പൈസ വന്ന സമയത്ത് ഒരു ഫിലാക്കാലിയ ഫൗണ്ടേഷനിൽ നിന്ന് മാറി ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ ഭാര്യയെ മാറ്റി നിർത്തിയ ഭർത്താവിനോട് തോന്നിയ ഒരു ഈഗോ ആണോ? പൈസ വന്ന സമയത്ത് രണ്ടുപേർക്കും കൂടി പൊട്ടിയ പൊട്ടലാണോ എന്നുള്ളതും നമുക്ക് അത്ര ക്ലിയർ അല്ല. എന്താണെങ്കിലും അടിച്ച് തലയും പൊട്ടിച്ച് നാട്ടുകാരെ മൊത്തം ഈ പറഞ്ഞ രീതിയിൽ മോട്ടിവേഷനും ചെയ്ത് നടന്ന ടീം മൊത്തം ഇപ്പോൾ എയറിലായി കയറി അങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഇവരുടെ ചാരിറ്റിയിലൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. വയനാട്ടിൽ നമ്മൾ 14 വീടിന് താക്കോല് കൊടുത്തു. ഇനിയൊരു 10-15 വീടുകളുണ്ട്. വെലങ്ങാട് ഞങ്ങൾക്ക് 2-3 വീടുകൾ ചെയ്യണം. അത് അടുത്ത ആഴ്ച പോയി തറക്കല്ലൊക്കെ ഇടണം. കേരളത്തിന്റെ പല ഭാഗത്തും വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ താക്കോല് ഈ ആഴ്ച വ്യാഴാഴ്ച കോട്ടയത്ത് 4 വീടിന് താക്കോല് കൊടുക്കുന്നു. ഒരേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. എന്തോ അടുത്ത് പൈസ ഭയങ്കര ചില സമയത്തെ ഇന്ന് തന്നെ അക്കൗണ്ട് വന്നിട്ട് മേഡം ഇന്നൊരു 10 ലക്ഷത്തിന്റെ ചെക്ക് പോകാണ്ട് അവിടെ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ വെയിറ്റ് ചെയ്യും, 2 ദിവസം കഴിയട്ടെ, തിങ്കളാഴ്ച ദൈവം അനുഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഫണ്ട് കൊണ്ട് തരും. ഇന്ന് എന്തായാലും സെക്കൻഡ് സാറ്റർഡേ അല്ലേ, വിളിച്ച കോൺട്രാക്ടറോട് പറ അയ്യോ സെക്കൻഡ് സാറ്റർഡേ ആയിപ്പോയി നിങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച വരെ എനിക്ക് സമയമുണ്ട്, എനിക്കൊരു 10-25 ലക്ഷം രൂപ തിങ്കളാഴ്ച കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ, എന്തെങ്കിലും തരണേ. നമ്മൾ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിലും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഈ രീതിയിൽ ഇവർ വീഡിയോ ഇട്ട് നാട്ടുകാരെ ഇങ്ങനെ എന്താ പറയുക നന്മയിൽ പൊതിഞ്ഞുള്ള ഇരക്കലിനെ ഞാൻ പറയുള്ളൂ. ഞാൻ അത്രയും പറയും. ഇതിങ്ങനെ പറഞ്ഞ് ഇവർ ഓക്കെ ഇതിൽ നിന്ന് ഇവർ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇത് ഞാൻ തട്ടിച്ചു വെട്ടിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ എൻ്റെ നാവുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഞാൻ സംശയമാണ് പറയുന്നത്. ഇപ്പോൾ കുറേ വീടുകൾ വെച്ച് കൊടുക്കാൻ ആളുകളിൽ നിന്ന് ഇവർ ലക്ഷങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഈ രീതിയിൽ ഇവർ ആളുകളോട് പൈസ ചോദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സംശയം എന്താ പറയുക, ഇവർ ഈ തല്ലുണ്ടായതിൻ്റെ ബേസ് കോർ എന്ന് പറയുന്നത് പണമാണ്. ഓക്കെ, ഫൗണ്ടേഷൻ ഫിലാക്കാലിയ ഫൗണ്ടേഷനും അതിൽ നിന്ന് പ്രൈവറ്റ് കമ്പനി ആയതും അതിൻ്റെ ഷെയറുകൾ കിട്ടാത്തതും പണവും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ വിഷയം. ഇവർക്ക് പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? ഇവരെ കുറേ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ അങ്ങനെ പോകുന്നതിൽ നിന്നുള്ള ഫണ്ടല്ല ഇവർക്ക് മെജോറിറ്റി വരുന്നത്. ഇവർക്ക് ചാരിറ്റിയിൽ നിന്നുള്ള കാശാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റിയിൽ നിന്ന് ഓരോരുത്തരും ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് ഇവരുടെ വരുമാനത്തിൻ്റെ ഒരു മേജർ ഷെയറും വരിക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഓഡിറ്റ് വേണ്ടേ? ഇതിലൊരു ഓഡിറ്റ് ഉണ്ടോ? ഇതിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് പോലീസ് അന്വേഷണത്തിൽ വരേണ്ടത്.
ഇനി എന്താണെങ്കിലും ഒരു വീഡിയോ കൂടി കണ്ടിട്ട് ഇവരുടെ മോട്ടിവേഷൻ നമുക്ക് നിർത്താം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിലുള്ള തിന്മയ്ക്കെതിരെ പോരാടുക, ഭർത്താവ് ഭാര്യയിലെ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതല്ല. മറിച്ച് രണ്ടുപേരും ചേർന്ന് കോമൺ തിന്മയ്ക്കെതിരെ യുദ്ധം നടത്തുന്ന, പോരാടുന്ന ഒരു സ്ഥലമാകണം കുടുംബം. അതായത് മടി, അലസത, അഹങ്കാരം, അസൂയ, ഏഷണി എന്നിങ്ങനെയുള്ള കോമൺ ശത്രുവിനെതിരെ ഭാര്യയും ഭർത്താവും ഒരേപോലെ പ്രാർത്ഥനയിൽ നേരിട്ട് കഴിഞ്ഞാൽ കുടുംബം സ്വർഗതുല്യമാകും. നമ്മളുടെ മക്കള് അവർക്ക് കണ്ണാടിയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ണാടിയിൽ ഉരച്ചതുപോലെ നമ്മുടെ മക്കളെ ഇങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക. പക്ഷെ അവരുടെ കണ്ണാടി നമ്മളാണ്. നമ്മളങ്ങ് വൃത്തിയാക്കിയാൽ, നന്നാക്കിയാൽ ഓട്ടോമാറ്റിക്കലി മക്കൾ നന്നാവും കേട്ടോ. ഭാര്യയെ ശ്രദ്ധിക്കുന്ന പുരുഷനാകുക. താൻ വിവാഹം കഴിച്ച സ്ത്രീയെക്കുറിച്ച് ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന പുരുഷനാവുക. ഭാര്യയുടെ കണ്ണുകളുടെ നിറവും അവളുടെ ചുണ്ടുകളുടെ ആകൃതിയും അവളുടെ മുഖത്തെ മുഖക്കുരുവിൻ്റെ എണ്ണവും അവളുടെ തുടയിലെ സ്ട്രെച്ച് മാർക്കുകളും അതിൻ്റെ നീളവും വരെ അറിയാവുന്ന പുരുഷനാവുക. ഭാര്യയ്ക്ക് പ്രിയപ്പെട്ടതെന്തെന്ന് അറിയുന്ന പുരുഷനാവുക. ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ ഭാര്യയ്ക്ക് നന്നായി വിശ്രമിക്കാൻ കഴിയുന്ന തരത്തിൽ ശരീരം മുഴുവനും മസാജ് ചെയ്തു കൊടുക്കുന്ന പുരുഷനാവുക. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങി നൽകുന്ന പുരുഷനാകുക. രഹസ്യങ്ങളില്ലാതെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാര്യയെ കൊണ്ടുപോകുന്ന പുരുഷനാവുക. ഭാര്യയെ എതിർക്കുന്നവരോട് പോരാടുന്ന പുരുഷനാവുക. ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുകയും കളിക്കുകയും ചെയ്യുന്ന പുരുഷനാവുക. അണക്കെന്നത് കേൾക്കുമ്പോൾ നാണോ മാനോ എളുപ്പം വരാറില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ഭാര്യൻ്റെ സ്ട്രെച്ച് മാർക്കിൻ്റെ അളവ് അളന്നവനാണ് ഭാര്യനെ കൈ കിട്ടിയപ്പോൾ സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലടിച്ച് പൊട്ടിച്ചത് പരനാറി. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് മോട്ടിവേഷൻ കൊണത്താൻ നിൽക്കുന്നത്. ഏതടാ ഇവനൊക്കെ ഉള്ളതാണ് ഞാൻ സത്യത്തിലാലോചിക്കും. എനിക്ക് നല്ല കാര്യം ഇവിടെ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ടോണിൽ ലാംഗ്വേജിൽ സംസാരിക്കും. കാരണം എന്താ അറിയോ, ഇവരൊക്കെ കാരണം ശല്യമാണ് സത്യത്തിൽ. റിയൽ ലൈഫിൽ നമുക്ക് ഭയങ്കര ശല്യമാണ്. അത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കാരണവും ഇല്ലാതെ പന്ന ബീജിയം ഇട്ടിട്ട് ഇമാതിരി കോണ നന്മ അടിച്ചിട്ട് കുറേയാണ് ഞാനൊക്കെ ഭയങ്കര റിയൽ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം കാണുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ അപ്പം വരുന്ന നമ്മളുടെ ലൈഫിലെ സ്ട്രഗിളുകൾ, സന്തോഷങ്ങൾ, അതൊക്കെ അപ്പം നമ്മളെ പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുക. ഞാനൊന്നും ഒരിക്കലും ഒരു റിയൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, എനിക്ക് അങ്ങനെ റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സംഗതി എനിക്ക് വരാറില്ല. ഒരു പക്ഷേ ഈ റിയൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു എക്സാക്റ്റ് അറിയുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ കലിയാണ്. കാരണം എന്താ പറയുക, ഇവരുടെ ഈ ഫേക്ക്നെസ്സിൽ വീണ് പോയിട്ട് അയ്യോ ഭാര്യയുടെ മുഖക്കുരുവിൻ്റെ അളവറിയുന്നവൻ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ഇതിങ്ങനെ എടുത്തു നോക്കിയിട്ട് ഭർത്താവിനോട് കണ്ട ഇങ്ങനെ ആവണ ഭർത്താക്കന്മാരെന്ന് പറയും. എന്നിട്ട് ആ ഭർത്താവിന് ഒരു ദിവസം ഓൻ്റെ മുഖക്കുരുവിൻ്റെ എണ്ണി തീർക്കാനേ ഉണ്ടാവുള്ളൂ. ഒരു മാസത്തേക്ക് ആ ഭാര്യനെ മുഖക്കുരു എണ്ണി തീർക്കാൻ ഈ പാവത്തിനെ കൊണ്ട് നടത്തിക്കുന്ന രീതിയിലുള്ള ഇമ്മാതിരി ഒന്നാം തരം ഊളത്തരം റീലായിട്ടിടും. എന്നിട്ട് റിയൽ ലൈഫിൽ സ്വന്തം ഭാര്യേനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റപ്പ് ബോക്സ് കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുക, ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, പൈസയ്ക്ക് വേണ്ടി അടിയിട്ടാക്കുക. ഇമ്മാതിരി നന്മയോളി നാറികളെ കൊണ്ട് സത്യത്തിൽ ശല്യമാണ്. പിന്നെ ഇങ്ങനത്തെ ഈ നന്മയോളികൾ വളർന്ന് ചാരിറ്റി ആവും. ചാരിറ്റിയും നന്മയോളിത്തരവും എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഒരു മോട്ടിവേഷനും ഫുൾ ഒരു പാക്കേജ് ആയിട്ട് വിറ്റ് ഞങ്ങളെ പിന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ പടർന്ന് പന്തലിക്കും. അങ്ങനെ ഇരിക്കണം. നല്ല ഫോർമുലയാണ് ഇവിടെ വിൽക്കാൻ. ദൈവത്തിനെ ചുറ്റിപ്പറ്റി നന്മ, മോട്ടിവേഷൻ, അതിനെ ചുറ്റിപ്പറ്റി ചാരിറ്റി, എല്ലാം കൂടി ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയല്ലോ അല്ലേ. ദയവേത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, പൈസയ്ക്ക് വേണ്ടി പേഴ്സണൽ ലൈഫിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയോടടി അടിച്ച് തമ്മിലടി അടിക്കുന്ന ടീമുകളാണ് ഇവിടെ വന്നിരുന്നത്. റിയൽ ആണെന്ന് പറഞ്ഞ് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് വന്ന് ഈ മോട്ടിവേഷൻ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്.